ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മകരമാസത്തിലെ പൂയം നാളാണ് ദേവസേനാപതിയും ശിവപാർവതി പുത്രനുമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനം. തമിഴ് പഞ്ചാംഗമനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രമായതിനാൽ ഈ ദിനം തൈപ്പൂയം എന്ന പേരിൽ അറിയപ്പെടുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ടി പോലെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയവും. ഈ വർഷം ഫെബ്രുവരി 11 ചൊവ്വാഴ്ചയാണ് തൈപ്പൂയം വന്നിരിക്കുന്നത്. ഒരിക്കൽ താരകാസുരൻ ദേവലോകത്തെ ജീവിതം അനുദിനം ദുസ്സഹമാക്കിയിരുന്നു. താരകാസുരനെ വധിക്കാൻ ശിവനിൽ ജനിക്കുന്ന പുത്രന് മാത്രമേ കഴിയൂവെന്ന് മനസ്സിലാക്കിയ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനാണ് താരകാസുര നിഗ്രഹത്തിനായി നിയോഗിക്കപ്പെട്ടത്. യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ച് സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പൂയം നാൾ എന്നും വിശ്വാസമുണ്ട്. അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വ്രതമനുഷ്ഠിച്ച് കാവടിയേന്തി ഭഗവാനെ വണങ്ങാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. അഭീഷ്ട സിദ്ധിക്കായാണ് കാവടി വഴിപാട് നേരുന്നത്. പീലിക്കാവടി, പൂക്കാവടി, ഭസ്മക്കാവടി, പാൽക്കാവടി, അന്നക്കാവടി, കളഭക്കാവടി, തൈലക്കാവടി, കർപ്പൂരക്കാവടി, അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള കാവടി വഴിപാട് ഭക്തർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. പല രീതിയിൽ ഭക്തർ തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ചിലർ 21 ദിവസത്തെ വ്രതം നോൽക്കും, ചിലർ 6 ദിവസത്തെ വ്രതം നോൽക്കും, ചിലർ തലേ ദിവസം മുതൽ തൈപ്പൂയ ദിനത്തിന്റെ തലേ ദിവസം മുതൽ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങും. തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ അരിയാഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഫലവർഗ്ഗങ്ങള്, ഗോതമ്പ്, പാല്, ഇളനീര് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവര് ദിവസത്തിൽ 2 നേരം കുളിച്ച് ശരീരശുദ്ധി വരുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ജപവും നടത്തുന്നത് വളരെ ഉത്തമമാണ്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ് തൈപ്പൂയ വ്രതം. ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി പരിഹാരം ലഭിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, നേരിടുന്ന തടസ്സങ്ങൾ ഒക്കെയും തന്നെ ഈ തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി മാറിക്കിട്ടും. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ അതിദേവനാണ് ഷൺമുഖൻ. കൂടാതെ കടബാധ്യത, മംഗല്യ തടസ്സം, കോടതി വ്യവഹാരം, രക്തസംബന്ധമായ അസുഖങ്ങൾ, കടുത്ത ശത്രുദോഷം, കലഹം, കർമ്മതടസ്സം, സ്വഭാവദൂഷ്യം, ക്രിമിനൽ സ്വഭാവം, രഹസ്യ ഇടപാടുകൾ, സന്താന ദുഃഖം, സന്താന ഭാഗ്യഹാനി എന്നിവയുടെ പ്രധാന കാരണവും ചൊവ്വയുടെ ജാതകത്തിലെ അനിഷ്ടസ്ഥിതിയാണ്. ചൊവ്വാദോഷത്താൽ മംഗല്യ തടസ്സം വരുന്ന ജാതകക്കാർക്ക് സുബ്രഹ്മണ്യ വ്രതനിഷ്ഠയാൽ ദോഷശാന്തി വരുത്തി നല്ല ജീവിതം നേടാൻ കഴിയും. അതുപോലെ തന്നെ അഗ്നിസ്വരൂപനായ ചൊവ്വയുടെ പ്രീതി ലഭിക്കാൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം, കുമാരസ്കന്ധാർച്ചന, മൂലമന്ത്രാർച്ചന, അഷ്ടോത്തരാർച്ചന, ഭസ്മാഭിഷേകം, പനിനീർ അഭിഷേകം, പഞ്ചാമൃതം എന്നിവ നടത്താവുന്നതാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തീർത്ത് നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.